അപ്പോൾ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ അടുത്ത വീഡിയോ ആണ്. അതിതാ നമ്മൾ ഇതുപോലത്തെ ബബിൾ റാപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഫുൾ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ഒരു അടിപൊളി ക്രിസ്മസ് ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അതിന് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു പഴയ ബുക്കിൻ്റെ പേപ്പറാണ്. നമ്മൾ യൂസ് ചെയ്തിട്ട് വേസ്റ്റ് കളയാനുള്ള പേപ്പറാണ് കേട്ടോ. മോൻ്റെ ബുക്കിലത്തെ ലാസ്റ്റ് ഇയർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് വേസ്റ്റ് പേപ്പർ എടുക്കാം. വേസ്റ്റ് പേപ്പർ എടുത്തതിന് ശേഷം ഈ കാണുന്ന പോലെ ഇങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം അടുത്തത് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ബോൾ പോലെ ആക്കിയെടുക്കുക. വീണ്ടും അടുത്ത ലെയർ വെച്ച് അങ്ങനെ നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ബോൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് ന്യൂസ് പേപ്പറോ മാഗസിൻ പേപ്പറോ ലീഫ്ലെറ്റോ അങ്ങനെ എന്ത് ടൈപ്പ് ഓഫ് പേപ്പർ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. വേസ്റ്റിൽ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന നമ്മുടെ പേപ്പറുകൾ എടുത്തിട്ട് ഇതേപോലെ ബോളാക്കി എടുക്കുക. എന്നിട്ട് നമ്മളിതാ ഇവിടെ ഒരു സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് അതിനെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് മാസ്കിൻ ടേപ്പോ സെല്ലോ ടേപ്പോ എന്ത് വേണമെങ്കിലും ഒട്ടിക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് ലെയർ ഒന്ന് കവർ ചെയ്ത് കൊടുത്താലും ഇതുപോലെ ബോളായിട്ട് കിട്ടും. ഇനി നമ്മളിതാ ഇതേപോലെ ഒരു സൂചിയിൽ ഒരു നൂല് കോർത്തെടുത്തിട്ടുണ്ട്. വൂളൻ ത്രെഡാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. വൂളില്ലേ അതാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കയറ്റിയെടുത്തിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ താഴെ വരുന്ന ഭാഗത്ത് ഒരു ഫിംഗർ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ എടുക്കുക. എന്നിട്ട് സൂചിയിൽ നിന്ന് അത് റിമൂവ് ചെയ്തെടുത്തിട്ട് ഈ എൻഡ് ഒന്ന് കെട്ടിക്കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒന്ന് നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കെട്ടാനായിട്ട് വലിക്കുമ്പോൾ അത് ഫുൾ ത്രെഡ് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു ഫിംഗർ ഇട്ട് കൊടുത്തത്. എക്സസ് ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മളൊന്ന് നന്നായിട്ട് ഇങ്ങനെ വലിക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് നിന്നോളും. ഇനി നമ്മൾ ആ ബോൾ ഇതേപോലെ നമ്മുടെ ബബിൾ റാപ്പുമ്മ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സൈസ് എത്രയാണെന്ന് ഇതേപോലെ ഒന്ന് മെഷർ ചെയ്യാം. ഇങ്ങനെ ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മളതിൻ്റെ സൈസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് എക്സസ് ആയിട്ട് കട്ട് ചെയ്തിടുക കേട്ടോ. കറക്റ്റായിട്ട് വെച്ചാൽ ചിലപ്പോൾ ലാസ്റ്റ് നമുക്ക് ബുദ്ധിമുട്ടായെങ്കിലോ. അപ്പോൾ നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ കണ്ടിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു നൂലുണ്ടല്ലോ ഹാങ്ങിങ് പോലെ ചെയ്തത് അത് ആ ഹോളിൽ കൂടെ ഇങ്ങനെ ഇട്ട് പുറത്തോട്ട് എടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഇങ്ങനെ അങ്ങ് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി വലിച്ച് എടുക്കുക. എടുത്തതിന് ശേഷം അതിന് ഇങ്ങനെ താഴോട്ട് പിടിച്ചു കൊടുക്കുക. അപ്പോൾ ബബിൾ റാപ്പ് പൊട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ. പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി ഉണ്ടാവില്ല. പൊട്ടാതെ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഏത് ഗ്ലൂ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഹോട്ട് ഗ്ലൂ ഗൺ ആണെങ്കിൽ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതവിടെ പൊട്ടുമൊക്കെ ചെയ്യും. ബബിൾ റാപ്പ് പൊട്ടിയൊരു ഭംഗിയില്ലാതെയാവും കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭാഗങ്ങളും കൂടെ ഒട്ടിക്കുന്നത് ഒറ്റ സൈഡിലോട്ട് ആവണം. അപ്പോൾ കുറച്ചൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഭാഗം നമ്മൾ ഒട്ടിക്കുന്നതിന് മുന്നേ ഒന്നും കൂടെ അതിൻ്റെ നല്ല ഭംഗി ആക്കി എടുത്ത് മുകൾ ഭാഗത്ത് നല്ലൊരു ഭംഗിയാക്കി എടുത്തിട്ട് എക്സസ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ബാക്കിയുള്ള പീസും കൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സ്റ്റിക്കിങ്ങും ഒരു സൈഡിലോട്ട് വന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക കേട്ടോ. പല പല സ്ഥലങ്ങളിൽ സ്റ്റിക്ക് ചെയ്യരുത്. അതിനാണ് നമ്മൾ കുറച്ച് എക്സസ് ആയിട്ട് ഇട്ടിട്ടായാലും സ്റ്റിക്ക് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഭാഗം സീൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പീസ് ബബിൾ റാപ്പ് എടുത്തിട്ട് അവിടെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ അവിടെ ബബിൾ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് റെഡ് കളർ പെയിൻറ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു സ്പോഞ്ചിൽ എടുത്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ആയിട്ട് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് കൊടുക്കണമെങ്കിൽ ഫുള്ളായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറ് പെയിൻറ്റുകളൊക്കെ കൊടുത്തെടുക്കാം. ഇനിയിപ്പോൾ പെയിൻ്റ് ഒന്നും കൊടുക്കാതെയും ചെയ്യാം കേട്ടോ. അങ്ങനെ തന്നെ ആ ഒരു ബബിൾ റാപ്പിൻ്റെ എഫക്റ്റ് മാത്രമായിട്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് റെഡ് കളറ് പെയിൻറ്റ് അവിടെ ഇവിടെയൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഏകദേശം ഒരു കളറായിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് ഗോൾഡൻ ഡസ്റ്റ് പൗഡറാണ് കേട്ടോ. അതും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നത് ഫുള്ളായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തുമായിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അത് ഈ റെഡ് കളർ ഉള്ളിടത്തൊക്കെ കൂടുതൽ എംബോസ് ചെയ്ത് നിൽക്കും കേട്ടോ. അതായത് റെഡ് കളറിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ ഈ ഗോൾഡ് കളറ് കൂടുതൽ പൊന്തി നിൽക്കും. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഗോൾഡൻ ഡസ്റ്റ് ഇല്ലെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. നമുക്ക് ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഗ്ലിറ്റർ പൗഡർ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഹോം മെയ്ഡ് പെയിൻറ് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ലാസ്റ്റ് ഇയർ ഉണ്ടാക്കിയ ഒരു റീത്താണ്, ഫുൾ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലിതാ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. നമുക്ക് ക്രിസ്മസ് ട്രീമിലൊക്കെ ഹാങ് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷേ ക്രിസ്മസ് ട്രീ എൻ്റെ അടുത്ത് ഇല്ല കാണിച്ചു തരാൻ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുമ്മലെ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഈ റീത്തിൽ കിടക്കുന്ന ഈ ബോൾസൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഫുൾ വേസ്റ്റ് പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ആ ബോൾസൊക്കെ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ആ ചെറി ഇരിക്കുന്നതും അതൊക്കെ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ലാസ്റ്റ് ഇയർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടാകും തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. പിന്നെ ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അങ്ങനെയുള്ള കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് സീരീസ് വീഡിയോസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വീഡിയോസ് ഉണ്ട്, ഇന്ത്യൻ ടൈം 5:15 PM കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോസ് നമ്മൾ മുന്നും ഇട്ടിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ലെങ്കിലും എല്ലാവരും 5:15 വന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും വരും വരെയും ബൈ ബൈ.